കൃഷ്ണ. ഭക്തകോടികളുടെ ഹൃദയേശ്വരനായ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാനെ കളഭം ചാർത്തി ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരായ ഒരു ഭാവത്തിലാണ്. നിർമ്മലമായ ഭക്തിയോടെ മനസ്സും ശരീരവും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ശ്രീലകത്തെ ഇന്നത്തെ പൊന്നുണ്ണിയെ നമുക്കൊന്ന് കാണാം. ഇന്ന് ശ്രീലകം തുറക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞത് സാധാരണ രൂപമല്ല, മറിച്ച് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായ കോടിസൂര്യ സമപ്രഭനായ കുഞ്ഞുണ്ണി കണ്ണനെയാണ്. ഒരു കുഞ്ഞു വാവ കണ്ണനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് കളഭാലങ്കാരത്തിൽ ഭഗവാൻ ഒരു വയസ്സോ അല്ലെങ്കിൽ ഒരു 1.5 വയസ്സ് അത്രമാത്രം തോന്നിക്കുന്ന രീതിയിലുള്ള ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞി കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. അത്രമേൽ വാത്സല്യം തോന്നുന്ന, കൈകളിൽ എങ്ങനെ നമുക്ക് വാരിയെടുക്കാൻ തോന്നുന്ന പൊന്നുണ്ണി കണ്ണൻ തൻ്റെ കുഞ്ഞു തൃപ്പാദങ്ങൾ രണ്ടും ഇങ്ങനെ പരസ്പരം പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനിയും നേരെ നിൽക്കാൻ പ്രായമായിട്ടില്ല, എന്നിട്ട് ആ ഒരു കുഞ്ഞു നിഷ്കളങ്ക ഭാവത്തിൽ നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ഇന്ന് ശ്രീലകത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ ചരാചരങ്ങളെല്ലാം പരസ്പരം ബന്ധിച്ചു നിർത്തുന്ന മായാപ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ഭഗവാന്റെ ആ പാദങ്ങളെന്ന് പറയുന്നത്. ആ തൃപ്പാദങ്ങളിൽ കുഞ്ഞു പാദസരങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഭക്തരുടെ ഹൃദയതാളത്തിനനുസരിച്ച് കിലുങ്ങുന്ന ഭഗവാന്റെ പാദസരങ്ങൾ. അരയിൽ ഭംഗിയിൽ പട്ടുകോണകം ചാർത്തിയിരിക്കുന്നു. കുഞ്ഞു വയറിൽ എങ്ങനെ ആ കുഞ്ഞു കുമ്പോട് ചേർന്ന് എങ്ങനെ സ്വർണ്ണ കിങ്ങിണി കിടക്കുന്നുണ്ട്. ഈ വിശ്വം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഉദരത്തിലാണ് കുഞ്ഞു കിങ്ങിണി ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത്. ചെവികളിൽ മനോഹരമായിട്ട് ചെവിപ്പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നു. നെറ്റിയിൽ സ്വർണ്ണഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. ആ തിരുമുഖത്ത് എപ്പോഴുള്ള പോലെ ആ വിരിഞ്ഞു നിൽക്കുന്ന മന്ദഹാസമുണ്ട്. ഭക്തൻ്റെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളെയും കഴുകിക്കളയുന്ന മന്ദഹാസം. കണ്ണൻ്റെ കഴുത്തിനോട് ചേർന്ന് വളയം പോലുള്ളൊരു മാലയും അതിന് താഴെയായിട്ട് അതിമനോഹരായ മാങ്ങാമാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ആ കുഞ്ഞു കൈകളിൽ ചാർത്തിയിട്ടുണ്ട്. കുഞ്ഞു വാവ കണ്ണനാണെങ്കിലും തൻ്റെ 2 കുഞ്ഞു കൈകൾ കൊണ്ടും ഒരു ചെറിയ ഓടക്കുഴൽ പിടിച്ച് ചുണ്ടോടടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. വിരലുകൾ കൊണ്ട് ആ മുരളിയിൽ അമൃതം പൊഴിക്കാൻ ഭഗവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മാണ് ഈ ഓടക്കുഴൽ വിളി എന്ന് പറയുന്നത്. ഭഗവാൻ തൻ്റെ അധരങ്ങളോട് ചേർത്ത് വെച്ച ആ മുരളി പോലെ സ്വയം ശൂന്യമായിത്തീരുന്ന ഭക്തരിലേക്ക് ഭഗവാൻ ആത്മീയ ആനന്ദം നിറയ്ക്കും എന്നുള്ള തത്വമാണ് ഈ മുരളീധര ഭാവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഭഗവാന്റെ തലയിൽ എങ്ങനെയാണ് വെച്ചിരിക്കണേ നോക്കൂ. ഇന്ന് സ്വർണ്ണകിരീടമല്ല, അതിന് പകരമായിട്ട് മയിൽപ്പീലി മനോഹരായി ചാർത്തി പുഷ്പാലങ്കാരമാണ് ചെയ്തിട്ടുള്ളത്. പുഷ്പമാലകളുടെ വസന്തം തന്നെയുണ്ട് കണ്ണൻ്റെ മയിൽപ്പീലിക്ക് ചുറ്റും മുടിയിലായിട്ട് എന്നുള്ളതാണ്. ഭഗവാന്റെ തിരുമുടിയിൽ 2 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. വെളുത്ത പൂക്കളുമുണ്ട്. തെച്ചിയും തുളസിയും ചേർന്നതാണ് 1ാമത്തെ തിരുമുടിമാല. 2ാമത്തെ തിരുമുടിമാല നോക്കി നോക്കൂ. തെച്ചിയും തുളസിയും കൂടി മാത്രം ചേർത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് 2ാമത്തെ തിരുമുടിമാല. ഭഗവാന്റെ കഴുത്തിൽ 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടി ചേർത്തിട്ട് നിറഞ്ഞ ഒരു വനമാല പോലെ ഉള്ളതാണ്. മറ്റൊന്ന് വെളുത്ത പൂക്കളും തെച്ചിയും തുളസിയും കൂടി ഒരേ അളവിൽ ഇങ്ങനെ കട്ടിയായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ഭഗവാന്റെ തിരുമുടിക്ക് മുകളിലായിട്ട് വിധാനമായിട്ടും ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. 6-7 ഉണ്ടമാലകളാണ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ളത്. താമരയും തുളസിയും ചേർത്തുള്ള 2 മാലകൾ, തെച്ചിയും തുളസിയും ചേർത്തിട്ടുള്ള 2 മാലകൾ, അതേപോലെ തന്നെ തുളസിപ്പൂക്കൾ മാത്രമുള്ള 3 മാലകൾ. അങ്ങനെ 6-7 മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ശ്രീലകം മുഴുവൻ പുഷ്പങ്ങളുടെയും തുളസിയുടെയും കളഭത്തിൻ്റെയും ഒക്കെ ഇങ്ങനെ സുഗന്ധപൂരിതമായിട്ട് നിൽക്കുകയാണ്.
ആ ഇന്ദ്രനീലമണിയായ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, ആ തൃപ്പാദങ്ങളിൽ അഭയം തേടാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ പൂർവജന്മ ഭാഗ്യമാണ്, പുണ്യാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ആ ശ്രീലകത്തേക്ക് തിരിച്ച് ആ കുഞ്ഞു കണ്ണൻ്റെ തൃപ്പാദങ്ങൾ രണ്ടും മുറുകെ പിടിച്ച് സർവവും അവിടെ സമർപ്പിച്ച് നമുക്ക് നാമം ജപിക്കാം. ഭഗവാനെ, അങ്ങയുടെ നാമം ജപിക്കാൻ എന്നും തോന്നിക്കണേ, ഈ നാവ് ഒരിക്കലും തളരരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.